ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ വീഡിയോ കഴിയുന്നതോടുകൂടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. ഒരു 155cc ബൈക്കിന് നല്ല അടിപൊളി ഒരു പവറും നല്ല അടിപൊളി ഒരു മൈലേജും, അതായത് 53 കിലോമീറ്റർ മൈലേജും അത്യാവശ്യം നല്ലൊരു ലോ എൻഡും ടോപ്പ് എൻഡും പെർഫോമൻസും കൊടുക്കാനായിട്ട് യമഹയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഈ ഇരിക്കുന്ന MT-15 എന്ന് പറയുന്ന ഒരു വാഹനത്തിനാണ് യമഹ ഈ ഒരു കഴിവുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. R15 V3യുടെ സിബ്ലിംഗ് ആണ് ഇതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളുടെ സമയത്തെ ഞാൻ മാനിക്കുന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത്യാവശ്യം എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഞാനൊരു തുടക്കക്കാരനാണ്, അപ്പോൾ നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ വാഹനത്തിൻ്റെ സകലമാന ഫീച്ചേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. മൈലേജൊക്കെ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു. വേറെ ആരെങ്കിലും ഏതെങ്കിലും യൂട്യൂബർ തുടക്കത്തിലെ മൈലേജ് അല്ലെങ്കിൽ വിലയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? കാരണം അവരൊക്കെ നിങ്ങളെ ഈ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടും വീഡിയോ ചെയ്യുന്നു. ഞാൻ എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് നിങ്ങളിലേക്ക് കുറേ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നു. അതാണ് ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഇവനെ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്ന്. ആ ചിന്തയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് താഴെ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ബട്ടണിലോട്ടൊന്ന് ഞെക്കിയിട്ട് തിരിച്ചു വരൂ. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഞാൻ എന്തായാലും ഈ വണ്ടിയെ കയറി ഇരിക്കുകയാണല്ലോ, അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനിൽ നിന്ന് തുടങ്ങാം. സീറ്റിംഗ് പൊസിഷൻ നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഞാനൊരു 5'7" ഉള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ കാലെന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ട് രണ്ട് കാലും എനിക്ക് നിലത്ത് കുത്താൻ പറ്റുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ഹീലുള്ള ഷൂ ഒന്നും അല്ല ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നിലം പറ്റി കിടക്കുന്ന ഒരു ഷൂ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കാല് ഇത്രയും ഇങ്ങനെ മടങ്ങിയാണ് ഇരിക്കുന്നത് നിലത്ത് കുത്തി കഴിഞ്ഞിട്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 5'5" ഒക്കെ ഉള്ളവർക്കാണെങ്കിലും അത്യാവശ്യം ഇരിക്കാൻ പറ്റും. പിന്നെ ഞാൻ കാല് കയറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ഒരു റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം ഈ വെട്ടിൻ്റെ ഇടയ്ക്ക് കറക്റ്റായിട്ട് കാലിരിക്കുന്നുണ്ട്. കാല് നമുക്ക് കറക്റ്റായിട്ട് ടാങ്കിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ട്. സോ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു റൈഡിങ് പൊസിഷൻ എന്ന് പറയുന്നത്. നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നടു നിവർത്തി ഇരിക്കാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ ഈ കാല് ഇങ്ങനെ ഈ വെട്ടിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് തട്ടുന്നൊരു ഫീൽ എനിക്ക് വരുന്നുണ്ട്. കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ട്. അത് എനിക്കൊരു ഇച്ചിരി സൈസ് എന്ന് വെച്ചാൽ ഞാനൊരു ആവറേജ് സൈസുള്ള ഒരാളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വണ്ടി എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു കാര്യമാണ് സീറ്റിംഗ് പൊസിഷൻ. അതാണ് അതിനെപ്പറ്റി തന്നെ ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ലുക്കിനെ പറ്റിയിട്ടൊന്ന് പറയാം. ഏതോ ഒരു പുള്ളിക്കാരൻ ഏതോ ഒരു സിനിമയിലെ ഏതോ ഒരു കഥാപാത്രത്തിന് കൊടുത്ത എന്തോ ഒരു ഹെൽമെറ്റിൻ്റെ സംഭവമാണ് എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ ആരാണ്ട് വെച്ച് കയറുന്നത് കേട്ടു. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് MT-9 എന്ന് പറയുന്ന യമഹയുടെ വലിയൊരു നേക്കഡ് സ്ട്രീറ്റ് ബൈക്കിൻ്റെ ആ ഒരു ഡിസൈനിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് എൻ്റെ BLED ഹെഡ്ലാമ്പാണ്. അതായത് ഡിമ്മും ബ്രൈറ്റും അതിനകത്ത് തന്നെ ഉണ്ട്. ഒരു ചെറിയ ഹെഡ്ലാമ്പ് എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നല്ല പ്രകാശം തരുന്ന നല്ല അടിപൊളി ഒരു ഹെഡ്ലാമ്പ് തന്നെയാണിത്. R15 V3 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രകാശം നൽകുന്ന ഒരു ഹെഡ്ലാമ്പാണ് ഇത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് രണ്ട് കണ്ണ് പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു 4 സ്ക്രൂസ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു വിൻഷീൽഡൊക്കെ സ്ക്രൂ കഴിച്ച് കളഞ്ഞിട്ട് വെക്കാവുന്നതാണ്. തുടക്കത്തിൽ ഈ ഡിസൈനൊന്നും ആർക്കും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ പോകെ പോകെ നമ്മുടെ ഇന്നോവയൊക്കെ ഇഷ്ടപ്പെട്ട് വന്ന പോലെ ആളുകൾ ഈ വാഹനത്തിനെയും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിലൊക്കെ ഈ ഭാഗത്തൊക്കെ കുറച്ച് കൂളിംഗ് ഒക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കി കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വണ്ടിയാണിത്. ഇതിൻ്റെ സസ്പെൻഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ യമഹ നമ്മളെ ചെറുതായിട്ടൊന്ന് തേച്ചിട്ടുണ്ട്. അതായത് വിദേശ മാർക്കറ്റുകളിലൊക്കെ നല്ല ഗോൾഡൻ കളർ നല്ല അടിപൊളി ഒരു USD ഫോർക്ക് കൊടുത്തിട്ട് ഇവിടെ സ്പ്ലെൻഡറിനൊക്കെ കണ്ടുവരുന്ന പോലൊരു ടെലിസ്കോപ്പിക് ഫോർക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് മതി ഈ ഒരു റോഡിന്, അതും ഒരു സത്യമാണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കറാണെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ടയറിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ 100/80 R70 ടയറാണ് കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ടയറാണ് കൊടുത്തിരിക്കുന്നത്. റേഡിയൽ ടയേഴ്സാണ്. സോ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു, സ്റ്റിക്കറിനെ കുറിച്ച് പറഞ്ഞു. ഇനി ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമറമാൻ ഒന്ന് അടുത്തോട്ട് വരികയായിരുന്നു നിങ്ങൾക്ക് ബ്രേക്കിംഗ് കാണിക്കാൻ വരുന്നു. അതായത് ബൈബ്രയുടെ ഒരു ബ്രേക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്രംബോയുടെ ഒരു സബ് ബ്രാൻഡാണ് ബൈബ്ര എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളൊരു ബ്രേക്കിംഗ് തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ബ്രേക്കിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ, ഡിസ്കിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിനൊരു സിംഗിൾ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. ബോഷിൻ്റെ സിംഗിൾ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ ഈ സിംഗിൾ ചാനൽ ABS കൊണ്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ലിപ്പറി കണ്ടീഷൻസിലൊക്കെ ഈ വാഹനത്തിന് നമ്മൾക്ക് കറക്റ്റായിട്ട് സ്ലിപ്പ് ചെയ്യാതെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടയർ ലോക്ക് ചെയ്ത് വണ്ടി മറിയാതിരിക്കാനുള്ള ചാൻസും അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ABS സിസ്റ്റം കുറയ്ക്കുന്നുണ്ട്. പിന്നെ മേലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ മഡ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഫിനിഷിൽ തന്നെ, ഒരു മാറ്റ് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. യമഹയുടെ ഇൻ്റർനാഷണൽ കളറായിട്ടുള്ള ഐസ്ലോ വെർമിലിയൻ എന്ന് പറയുന്ന ഒരു കളറാണ് ഈ ഒരു വാഹനത്തിന്, അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു വാഹനത്തിന് യമഹ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി സൈഡ് വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു റോബോട്ടിക് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഡിസൈൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ MTയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ MT-15 എന്നൊരു എഴുത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ യമഹയുടെ ഒരു ചെറിയൊരു സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് റേഡിയേറ്ററിൻ്റെ ഒരു സെറ്റപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഈ വണ്ടി ലിക്വിഡ് കൂൾഡാണ്, അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു സാധനമാണ്. ഇത് എയർ കയറാനായിട്ട്, അതായത് എഞ്ചിനിലേക്ക് എയർ പാസ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിലേക്ക് നല്ല ഉരുട്ടിയെടുത്ത ടാങ്ക് ഉണ്ട്. ഉരുട്ടിയെടുക്കാനായിട്ട് ടാങ്ക് കോഴിക്കോട്ടെയൊന്നുമല്ല, എന്നാലും പറഞ്ഞു വന്നപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇനി നമുക്ക് യമഹയുടെ കീയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് യമഹയുടെ കീ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, അല്ല വേണ്ടി ഇപ്പോൾ തന്നെ നോക്കിയേക്കാം. ഇതാണ് യമഹയുടെ
കീ അത്യാവശ്യം പ്രീമിയം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, സാധാരണ ഒരു കീ ആണ്. കീ പ്രീമിയം ആക്കേണ്ട കാര്യം യമഹയ്ക്കില്ല, കാരണം വണ്ടി നല്ല മാന്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കീയും കൂടെ പ്രീമിയം ആക്കിയില്ലല്ലോ ആൾക്കാർ ഇത് വാങ്ങിച്ചോളൂ എന്ന് യമഹയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ കീ ഒന്നും പ്രീമിയം ആക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ എഞ്ചിനെ പറ്റിയിട്ടാണ്. ഇതിൻ്റെ ഒരു 155cc ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് SOHC എഞ്ചിനാണ് വരുന്നത്. ഈ എഞ്ചിന് 4 വാൾവ്സ് വരുന്നുണ്ട്. ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ 18.5 bhp ആയിട്ട് 10,000 RPM ആണ്. അതായത് നല്ലൊരു ടോപ്പ് എൻഡിലേക്കുള്ളൊരു പവർ ഈ വാഹനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ടോർക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 13.9 Nm ടോർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് 8500 RPMലാണ് ആ ടോർക്ക് നമുക്ക് ലഭിക്കുന്നത്. ഇതിനൊരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഗിയർ ബോക്സിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാമെന്ന് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതായത് യൂണിവേഴ്സൽ ഗിയർ ആണ്. ഒരെണ്ണം താഴോട്ട്, അതായത് ഫസ്റ്റ് താഴോട്ടും ബാക്കിയെല്ലാം മേലോട്ടുമാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. അത്ര നമുക്ക് പറയാനുള്ളൂ ഗിയർ ബോക്സിനെ പറ്റി. അപ്പോൾ അത് ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഈ വീഡിയോയിൽ ഞാൻ ആവശ്യമില്ലാത്ത യാതൊരു കാര്യങ്ങളും പറയുന്നില്ല. സോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. സ്റ്റൈലിംഗ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഒരു സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. സൈലൻസർ പൈപ്പിൻ്റെ ഇടയ്ക്ക്, അതായത് ആ ലാസ്റ്റ് ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗത്ത് കാർബൺ ഫൈബറിൻ്റെ ഒരു ഫിനിഷ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫുഡ് പാക്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ R15 V3 കണ്ടുവന്നിരിക്കുന്ന സെയിം ഫുഡ് പാക്ക് തന്നെയാണ് ഈ വാഹനത്തിലും വന്നിരിക്കുന്നത്. അതിനൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈലൻസറിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു ഡിസൈൻ, ഈ വാഹനത്തിനോട് ചേർന്ന് ഇരിക്കുന്നൊരു ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അത്രേ ഉള്ളൂ സൈലൻസറിനെ പറ്റി പറയാനായിട്ട്. പിന്നെ ബാക്കി യൂട്യൂബേഴ്സ് കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ സൈലൻസറിനെ പറ്റിയിട്ടുള്ള പ്രസംഗം വേണമെങ്കിൽ നിങ്ങൾ വേറെ വല്ല യൂട്യൂബ് ചാനലും പോയി കാണുക. നമ്മൾ കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയാറുള്ളൂ. നല്ല വീതിയുള്ള ഒരു 140 സെക്ഷൻ ടയറാണ് ഈ വാഹനത്തിൻ്റെ റിയറിൽ കൊടുത്തിരിക്കുന്നത്. 140/70 R17 ആണ് ഈ ടയറിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. ഒരു ടയർ ഹാഗർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിന്നൊരു മഡ് ഫ്ലാപ്പ് പോലൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് ചെളി തെറിക്കാതിരിക്കാനായിട്ട് വളരെ ഉപകാരപ്രദമാണ്. എന്നാലും ചെളി തെറിക്കുന്നുണ്ടെന്നൊക്കെയാണ് ചില റിവ്യൂസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് പേഴ്സണലി ഞാൻ ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് ചെളി തെറിക്കുമോ ഇല്ലയോ എന്ന് നോക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. ഉള്ള കാര്യം നമ്മൾ ഉള്ള പോലെ പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗം അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ടെയിൽ ലൈറ്റ്. വളരെ മനോഹരമായിട്ട് തന്നെ ടെയിൽ ലൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ഗ്രാബ് റെയിലും കാണാൻ പറ്റുന്നുണ്ട്. പിലിയനെ പിടിക്കാവോ ഇല്ലയോ എന്ന് പിലിയനെ വെച്ച് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് തന്നെ എടുക്കുക. അപ്പോൾ അവിടെ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സാരി ഗാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്നൊരു സാരി ഗാർഡ് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന്. സാരി ഗാർഡിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അതവിടെ ഇരുന്നോട്ടെ. R15 V3 MT15 കമ്പോണൻസ് സെയിം ആണെങ്കിലും ഇതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. R15 V3യെക്കാട്ടിലും വലിയ സ്പ്രോക്കറ്റാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ലോ എൻഡ് ടോർക്ക് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത്. ലോ എൻഡ് പെർഫോമൻസ് മിഡ് റേഞ്ചും അത്യാവശ്യം കൂടുതലായിട്ട് R15 V3യെക്കാട്ടി നിൽക്കുന്നത് ഇതുകൊണ്ടാണ്. ഗിയർ ലിവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോ ഷിഫ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങളൊരു പാഷൻ പ്രോയോ സ്പ്ലെൻഡറോ ഒക്കെ ഓടിച്ചിട്ട് വരുന്നൊരു ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിയായിക്കോളും. അതായത് നമുക്ക് ബാക്കിലോട്ട് ചവിട്ടാനുള്ള സെറ്റപ്പ് ഇല്ല, ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യാനേ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇനി ഇതിൻ്റെ സ്പീഡോമീറ്ററിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്പീഡോമീറ്റർ ഇങ്ങനെ ഇരിക്കും. ഇതിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാര്യമാക്കേണ്ടത്. ക്യാമറ കാണുമ്പോൾ മാത്രമേ വെട്ടലുള്ളൂ, നേരിട്ട് കാണുമ്പോൾ വെട്ടലൊന്നുമില്ല. അപ്പോൾ R15 V3യുടെ സെയിം ഒരു സ്പീഡോമീറ്റർ തന്നെയാണ്, പക്ഷേ കളർ വ്യത്യാസമുണ്ട്. R15 V3യുടെ സ്പീഡോമീറ്റർ അതായത് ഇങ്ങനെ ഇരിക്കുമെങ്കിൽ MT15ൻ്റെ ഈ ഒരു സ്പീഡോമീറ്റർ ഇങ്ങനെ ഇരിക്കും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മീറ്ററിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കിലോമീറ്ററൊക്കെ കാണിക്കുന്ന ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ വരുന്നതാണ് നമ്മുടെ RPM മീറ്റർ. ഈ നടുക്കൂടെ ഈ 7, 8, 9, 10, 11, 12 പോയിരിക്കുന്നത് 11,000 RPMൽ അത് റെഡ് ലൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ട്രിപ്പ് A ട്രിപ്പ് B 2 ട്രിപ്പ് മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ABSൻ്റെ ഒരു വാർണിംഗ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ യമഹയുടെ ഒരു ലോഗോ ഒക്കെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്യൂല് തീരാൻ പോകുന്നുള്ള ഒരു വാർണിംഗ് ഒക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. സോ അത്രയൊക്കെയാണ് പറയാനുള്ളത് ഇതിൻ്റെ ഒരു മീറ്ററിനെ പറ്റിയിട്ട്. അത്യാവശ്യം കൊള്ളാവുന്നൊരു മീറ്ററാണ്. രാത്രിയിലും പകലും നല്ല വിസിബിലിറ്റി നൽകുന്നൊരു മീറ്ററുമാണ് ഇത്. ഇനി ഇതിൻ്റെ ഹാൻഡിലേക്ക് വരികയാണെങ്കിൽ ആക്സിലറേറ്റർ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ബ്രേക്ക് എന്ന് പറയുന്നത് ഇത് പിടിച്ച് കഴിയുമ്പോൾ പൾസറിലൊക്കെ പിടിക്കുന്ന പോലെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ വരുമ്പോൾ ഇഗ്നിഷൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ എഞ്ചിൻ കിൽ സ്വിച്ച് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഈ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് ഒഴിക്കുന്ന ഒരു സാധനം കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മിറേഴ്സിലേക്ക് വരികയാണെങ്കിൽ മിറേഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഗ്രിപ്പ് നോക്കാം. ഗ്രിപ്പൊക്കെ അത്യാവശ്യം കൊള്ളാവുന്ന ഗ്രിപ്സാണ്. പിന്നെ മിറേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വിസിബിലിറ്റി നൽകുന്ന ഒരു നല്ലൊരു മിറർ തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് റൈറ്റ് സൈഡിലെ കാര്യങ്ങൾ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ക്ലച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ക്ലച്ചാണ്. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് ലിവർ. പിടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വളരെ ലൈറ്റാണ്. അതായത് ട്രാഫിക്കിലൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സുഖകരമായിട്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഡിമ്മും ബ്രൈറ്റും വരുന്നുണ്ട്. അതിൻ്റെ താഴെ തന്നെയാണ് പാസ് ലൈറ്റ് വരുന്നത്. സോ അതിൻ്റെ താഴെ നമുക്ക് ഓൺ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. എല്ലാത്തിനും ഇൻഡിക്കേറ്റർ കഴിഞ്ഞിട്ടാണ് ഓൺ വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ കഴിഞ്ഞിട്ടാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. അതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നി. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, ഇനി നമുക്ക് കീയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കീ നമ്മുടെ കവാസാക്കിയുടെ ഒക്കെ ബൈക്സിൽ, അതായത് പ്രീമിയം ബൈക്സിലൊക്കെ കണ്ടുവരുന്നത് പോലെ ടാങ്കിലായിട്ടാണ് കീ കൊടുത്തിരിക്കുന്നത്. അതൊരു പ്രീമിയം ബിറ്റായിട്ട് തന്നെ ഈ വാഹനത്തിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഇനി വാഹനത്തിന്റെ സൗണ്ടും കൂടെ കേട്ടിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പരിപാടി അങ്ങ് തീർക്കാം. അപ്പോൾ നമുക്ക് സൗണ്ടിലേക്ക് പോകാം. വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിൽ ഒരുപാട് കാലമായിട്ട് കയറാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ നടക്കാതെ പോയൊരു ചാനലാണ് എൻ്റേത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതങ്ങ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഈസ് ഓട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ്.